നമസ്കാരം. ലാഭത്തിലല്ലാത്ത സിനിമാ സ്ക്രീനുകൾ പൂട്ടാൻ ഒരുങ്ങുകയാണ് പ്രമുഖ മൾട്ടിപ്ലക്സ് ഓപ്പറേറ്ററായ PVR ഐനോക്സ്. രാജ്യത്തെമ്പാടുമായി 70ഓളം സ്ക്രീനുകളാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ അടച്ചുപൂട്ടാൻ പോകുന്നത്. മുംബൈ, പൂനെ, ഡൽഹി, വഡോദര എന്നിവിടങ്ങളിലെ സിനിമാ തിയേറ്ററുകൾ ഇതിൽ ഉൾപ്പെടും. അതേസമയം പുതിയതായി ഈ സാമ്പത്തിക വർഷം 120 സ്ക്രീനുകൾ ആരംഭിക്കുമെന്നും PVR ഐനോക്സിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുതുതായി ആരംഭിക്കാൻ പോകുന്ന സ്ക്രീനുകളിൽ 40% ദക്ഷിണേന്ത്യയിലാണ്. വലിയ സാധ്യതകൾ ഉള്ളതും അതേസമയം തന്നെ സ്ക്രീനുകളുടെ എണ്ണത്തിൽ കുറവുമാണ് PVR ഐനോക്സിനെ ദക്ഷിണേന്ത്യയിൽ പ്രവർത്തനം ശക്തമാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതേസമയം പുതുതായി തുടങ്ങാൻ പദ്ധതിയിടുന്ന സ്ക്രീനുകൾക്കായി കൂടുതൽ മൂലധന നിക്ഷേപം നടത്തുന്നതിന് PVR തയ്യാറാകേണ്ടതില്ലെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. പുതിയ സ്ക്രീനുകൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും മൂലധന നിക്ഷേപം 25% മുതൽ 30% വരെ കുറയ്ക്കാനാണ് PVR ഐനോക്സിന്റെ പദ്ധതി. ഫ്രാഞ്ചൈസികൾ വഴിയായിരിക്കും പുതിയ സ്ക്രീനുകൾ PVR പ്രവർത്തിപ്പിക്കുക. കടരഹിത കമ്പനിയായി മാറുക എന്ന ലക്ഷ്യമാണ് വളരെ സൂക്ഷിച്ചു മാത്രം പുതിയ നിക്ഷേപം നടത്താൻ കാരണം. 2023-24 സാമ്പത്തിക വർഷത്തിൽ PVR ഐനോക്സിന്റെ അറ്റ കടബാധ്യത 1294 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിയുടെ കടം 136.4 കോടി രൂപയായി കുറച്ചു കൊണ്ടുവരുന്നതിന് സാധിച്ചിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ PVRന്റെ വരുമാനം 6203.7 കോടി രൂപയാണ്. PVR ഐനോക്സിന്റെ ഫുഡ് ആൻഡ് ബീവറേജ് ബിസിനസ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സിനിമ ടിക്കറ്റ് വിൽപ്പനയേക്കാൾ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം 21% വർദ്ധിച്ചത്. ഇതേ കാലയളവിൽ സിനിമാ ടിക്കറ്റുകളുടെ വിൽപ്പന 19% മാത്രമായിരുന്നു. ഈ കാലയളവിലെ ശരാശരി സിനിമാ ടിക്കറ്റ് നിരക്ക് 233 രൂപയായിരുന്നു. അതേസമയം പെപ്സി, സമൂസ, പോപ്കോൺ, മറ്റ് ഭക്ഷണ സാധനങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി സിനിമാ പ്രേക്ഷകർ ഒരാൾ ശരാശരി 129 രൂപയാണ് ചെലവഴിച്ചത്. ഭക്ഷണ സാധനങ്ങൾ വിറ്റ വകയിൽ വരുമാനം 1618 കോടി രൂപയിൽ നിന്ന് 2024 1958.4 കോടി രൂപയായി ഉയർന്നപ്പോൾ സിനിമാ ടിക്കറ്റ് വരുമാനം 2023 2751.4 കോടി രൂപയിൽ നിന്ന് 3279.9 കോടി രൂപയായിരുന്നു. മൾട്ടിപ്ലക്സ് വമ്പന്മാരായ PVR ലിമിറ്റഡും ഐനോക്സ് ലെഷർ ലിമിറ്റഡും ലയനം പ്രഖ്യാപിച്ചിരുന്നത് 2022 അന്ന് രൂപം കൊണ്ട PVR ഐനോക്സ് ലിമിറ്റഡിനു കീഴിൽ 1546 സ്ക്രീനുകളായിരുന്നു ഉണ്ടായിരുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ക്രീനുകളുള്ള തിയേറ്റർ ശൃംഖലയായി ഇത് മാറുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ലയന നടപടികൾ 6 മുതൽ 9 മാസത്തിനകമാണ് പൂർത്തിയായത്. ലയന പ്രഖ്യാപനത്തെ തുടർന്ന് ഇരു കമ്പനികളുടെയും ഓഹരി വില അന്നേ ഉയർത്തിയിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന സ്ക്രീനുകൾ PVR, ഐനോക്സ് എന്നീ പേരുകൾ തന്നെ തുടരുമെന്നും പുതുതായി ആരംഭിക്കുന്ന സ്ക്രീനുകൾ PVR ഐനോക്സ് എന്നറിയപ്പെടുന്നുമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. കൊച്ചിയിലെ ഏറ്റവും വലിയ സിനിമാ സ്ക്രീനായി PVR ഐനോക്സ് വരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു. 9 സ്ക്രീനുകളുള്ള വിശാലമായ മൾട്ടിപ്ലക്സ് ഫോറം മോളിലായിരുന്നു അന്ന് തുറന്നത്. അതോടെ നഗരത്തിലെ PVR സ്ക്രീനുകളുടെ എണ്ണം 22 ഉയർന്നിരുന്നു. കേരളത്തിലാകെ 6 ഇടങ്ങളിലായി 44 സ്ക്രീനുകളാണ് ഇപ്പോഴുള്ളത്.